ഞാൻ ഈ എന്തോ പോയ അണ്ണാനെ പോലെ നടക്കുന്നതിന് ഒറ്റ കാര്യമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നിന്ന് 5-6 കിളികൾ ചാടിപ്പോയി. അപ്പോൾ അവന്മാർ ഏതിൽ കൂടെ ചാടിപ്പോയെന്നുള്ള അന്വേഷണത്തിലാണെന്ന് വെച്ചാൽ ഇവരെവിടെയൊക്കെയോ ഈ കൂടിൻ്റെ അകത്ത് ഓട്ടയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കൂടാണിത്. എങ്ങനെ പോയാലും ഒരു 5000 സ്ക്വയർ ഫീറ്റിന് മേലെ കാണുന്ന ഒരു വലിയ കൂട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇത്രയും ഹൈറ്റിലൊക്കെ ഈ ഹോളുകൾ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാകും. അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഹോളുകൾ ഉണ്ടാക്കിയ ആൾക്കാർ നമ്മുടെ മക്കാവ് കുട്ടന്മാർ തന്നെയാണ്. അവന്മാരവിടെ ഇവിടെ മേലേക്ക് കയറി ഇരുന്നിട്ട് മെഷിൻ്റെ ഒരു സൈഡിൽ പിടിച്ചിട്ട് ഒറ്റയിളക്ക് ഇളക്കും, അല്ലെങ്കിൽ കടിച്ച് പൊട്ടിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും കട്ടിയുള്ള മെഷ് ഇവന്മാർ പൊട്ടിക്കണമെങ്കിൽ ഇവരുടെ ആ ഒരു കടിയുടെ ബലം എന്താണെന്നുള്ളത് വിരലൊക്കെ കൊണ്ടുവച്ചാൽ എടുത്തുകൊണ്ട് പോകും. അതുപോലത്തെ ടീമുകളാണ്. പിന്നെ ഇവന്മാർ പൊട്ടിക്കുന്ന ഗ്യാപ്പ് നോക്കിയിരിക്കുന്ന ആൾക്കാരാണ് ഈ ഇരിക്കുന്നവന്മാർ, കോന്യൂറുകൾ. പിന്നെ ഇവർക്കൊരു ഗുണമുണ്ട്. ഒരുത്തൻ അവൻ്റെ കമ്പനി ഒരു 10 പേരുണ്ടെങ്കിൽ അവൻ ഇറങ്ങിപ്പോകുന്നതിൻ്റെ പുറകെ ആ 10 പേരോട് അങ്ങ് ഇറങ്ങിപ്പോകും. പിന്നെ ഞങ്ങൾക്ക് ആകെയുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവന്മാരെല്ലാം നല്ല ഇണങ്ങിയ ആൾക്കാരായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ആ കൂട് വിട്ടല്ലാതെ അവർ വേറെ എവിടെയും പോവില്ല. ആ കൂടിന് ചുറ്റും പറന്ന് കിടക്കും. ഇവിടെയാണ് ഇവരെ ഉപദ്രവിക്കാൻ വേറെ പക്ഷികളും ഇല്ല. അങ്ങനെ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഏതെങ്കിലും തീറ്റയൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് ഇതിനൊരു ട്രാപ്പ് ഡോർ ഉണ്ട്. ആ ട്രാപ്പ് ഡോറിൻ്റെ അകത്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ മരുമെല്ലാം അതിൻ്റെ അകത്തോട്ട് കയറിയും വരും. അങ്ങനെ എല്ലാവരും ഞങ്ങൾക്ക് തിരിച്ചും കിട്ടും. പക്ഷേ പെട്ടെന്ന് ഇവന്മാരൊരു ഹോളുണ്ടാക്കി അതിൽ കൂടെ വെളിയിലോട്ട് പറക്കുമ്പോൾ ഉള്ളൊരു ടെൻഷൻ എന്ന് പറയുന്നത് കണ്ടു നിന്നാൽ പറയാൻ പറ്റില്ല. എല്ലാ ആഴ്ചയിലും കൂടുകൾ ഇങ്ങനെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ നെറ്റ് വെച്ചിരിക്കുന്നുണ്ടല്ലോ. ഈ നെറ്റ് വെച്ചിരിക്കുന്നത് മുഴുവൻ യുവമാർ കടിച്ചു പൊളിച്ചത് ഞങ്ങൾ റിപ്പയർ ചെയ്യുന്നത്. ഇതുണ്ടോ, ഇതുപോലെ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടാക്കി വയ്ക്കും. ആ ഗ്യാപ്പ് ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ അകത്തൂടെ പോകും. ഇതുകൊണ്ട് ആശാനിരുന്നിട്ട് അവിടെ ചുമ്മാ ഇരുന്ന് റെസ്റ്റ് എടുക്കുമല്ല, അവൻ അവിടെ ഇരുന്ന് കടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ 2 ദിവസം കൊണ്ട് അത് പൊളിക്കും. നമ്മളവർ ഓടിച്ചു വിടാമെന്ന് വെച്ചാലും ഉണ്ടല്ലോ, കുറച്ച് നേരം പോയി വേറെ എവിടെയെങ്കിലും മാറി ഇരുന്നിട്ട് നൈസായിട്ട് വീണ്ടും വന്നിട്ട് അതേ കോർണർ തന്നെ പൊളിക്കും. അവന് കൃത്യം മനസ്സിലാവും. അവൻ ഒരു കമ്പി അവിടെ ഇളക്കി വെച്ചിട്ടുണ്ട്. ആ ഇളക്കി വെച്ച കമ്പി അവൻ ഇളക്കി 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 ഉടനെ അതിൻ്റെ അടുത്തത് ഇളകും. അതാണ് ഈ മെഷീൻ്റെ ഒരു പ്രത്യേകത. ഒരെണ്ണം ഇളകിയ എല്ലാം ഇളകും. ഇവന്മാർ സിമ്പിളായിട്ട് കളിച്ച് പൊളിക്കും. ആ കടിച്ച് പൊളിക്കുന്നത് നോക്കിയിട്ട് കുറേ അവന്മാർ അവിടെ ഇരിപ്പുണ്ടാവും. അവന്മാർ ഗ്യാപ്പിൽ നൈസായിട്ട് അതിൻ്റെ അകത്തൂടെ ഇറങ്ങി വെളിയിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ആ ഏരിയയിൽ കൂടെ കറങ്ങി കിടക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് ഓരോ ദിവസത്തെ മെയിൻ്റനൻസ് എത്രയുണ്ടെന്നുള്ളത്.